ഹലോ ഗൈസ്, അങ്ങനെ ദേവ്യാനിയും നയനിയും ആരും അറിയാതെ ഒരു മനസ്സായി ഒന്നിക്കുകയാണ്. എന്ന ഈ സംഭവം ദേവ്യാനിക്ക് നയനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല കേട്ടോ. നന്ദു ആണെങ്കിൽ അടുത്ത ട്രെയിനിങ്ങിനായിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് അനാമികയെ കുറിച്ചുള്ള ചില ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ ദേവ്യാനി കേൾക്കുന്നത്. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയുടെ അമ്മ കയ്യിലെ കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് അനന്തപുരിയിലോട്ട് കയറി വരുന്നതാണ് കേട്ടോ. അമ്മയെ കാത്ത് അനാമിക ഹോളിൽ തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടപാടെ തന്നെ വരുന്നത് അറിയാത്ത രീതിയിൽ അനാമിക ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് ജാനകി സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ അനാമിക ചോദിക്കുന്നുണ്ട്, എന്റെ അമ്മയെ ഒന്ന് വരുമ്പോ വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട വരാൻ. അപ്പൊ ജാനകിയും പറയുന്നുണ്ട്, അതെ, രേവതി ഏത് സമയത്തും വരുമ്പോ വിളിക്കാതെയാണല്ലോ വരുന്നത്. ഓ, അതിലൊക്കെ ഇപ്പൊ എന്തായിരിക്കുന്നത് ജാനകി? എനിക്ക് എന്റെ മോളെ കാണാൻ തോന്നുമ്പോ ഞാൻ ഓടി എത്തുന്നതല്ലേ. അതിപ്പോ എങ്ങനെ വന്നാലും എന്റെ മോൾ ഇവിടെ തന്നെ കാണുമല്ലോ. പിന്നെ എന്റെ മോക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തോന്നുകയാണെങ്കിൽ ഇവരുടെ ഭർത്താവും കൂടി ഒന്ന് കനിയണ്ടേ. ഇവര് രണ്ടുപേരും ഏത് സമയത്തോ കീരിയും പാമ്പ് പോലെയാ. പിന്നെ എങ്ങനെയാ? അതേ രേവതി, ഞാൻ അനിയോടും മോളോടും പറയാത്ത ദിവസമില്ല. ഇവര് സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം ജാനകി. അല്ലാന്നുണ്ടെങ്കിലേ അത് കണ്ട് സന്തോഷിക്കുന്ന ചിലർ ഈ വീട്ടിലുണ്ടല്ലോ. അതെ, രേവതി പറഞ്ഞത് ശരിയാ. എല്ലാം കണ്ട് മാറി നിന്ന് ചിരിക്കുന്നവരാ ഈ വീട്ടിലുള്ളവര്. ആ, എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, എന്റെ ജാനകി, നിങ്ങൾക്ക് വേറൊരു വീട്ടിലോട്ട് മാറി താമസിച്ചൂടെ? വലിയ വീടൊക്കെ തന്നെയാ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാം. പക്ഷെ അത് ബാക്കിയുള്ളവരും കൂടി ശ്രമിച്ചാലല്ലേ നടക്കൂ. എല്ലാവരും എന്റെ മോളെ കൊത്തി തിന്നാൻ നടക്കുക. അതിനേക്കാളും നല്ലത് ഉള്ളത് പറയാലോ, നിങ്ങൾ വേറെ വീട്ടിലോട്ട് മാറുന്നതാ. അതേക്കുറിച്ച് ആലോചിക്കായിട്ടല്ലോ രേവതി. പക്ഷെ അച്ഛൻ ഇവിടെ എല്ലാവരും കൂട്ടുകുടുംബം പോലെ നിൽക്കുന്നതാ ഇഷ്ടം. പിന്നെ അതിനെ എതിർക്കാൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല. ആ, അത് തന്നെയാ നിങ്ങളുടെയൊക്കെ പരാജയം. അജയേട്ടനോടൊന്ന് സംസാരിച്ച് നല്ലൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതേ ഉള്ളൂ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ അമ്മേ, അതേക്കുറിച്ച് ഞാൻ അമ്മയോട് സംസാരിക്കണമെന്ന് ആലോചിച്ചതാ. എന്ന് ഇത് കേട്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ഓ, ആർക്കൊക്കെ ഇവിടുന്ന് മാറി താമസിക്കേണ്ടത്? അയ്യോ, ഇവരെങ്ങാനും ഇത് കേട്ടോ എന്ന മട്ടില് രേവതി ഒരു അടവെടുക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്റെ മോളുടെ ഈ വീട്ടിലെ അവസ്ഥ ചേച്ചിക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ കാണുമ്പോൾ ഏതമ്മമാർക്ക് വിഷമം വരാത്തത്? എന്റെ മോളൊരു പാവാ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യില്ല. എന്നിട്ടും എന്റെ മോളെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അവര് രണ്ടുപേരും? ഓ, ആര് രണ്ടുപേരും? ആരുടെ കാര്യ പറയുന്നത്? വേറെ ആരാ ചേച്ചി? ആ നവ്വി നയനിയും തന്നെ. അവൾമാര് മാത്രം മതി. പിന്നെ എന്റെ മോൾക്ക് ഈ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അവരെന്ന് പോകുന്നു അന്ന് എന്റെ മോൾക്ക് നല്ല കാലം വരൂ. ആ സമയത്ത് ദേവേൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, നിനക്കും നിന്റെ മോളുടെയൊക്കെ ഉള്ളില് ഈ വീടും സ്വത്തും മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ബോധ്യപ്പെട്ടതാ. ഇനി നീയൊക്കെ എന്തു പറഞ്ഞാലും നിങ്ങളുടെ ഭാഗം കൂടി സംസാരിക്കാൻ ഈ ദേവിയാനെ കിട്ടില്ല. എന്താ ചേച്ചി, ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അനാമിക മോളെയാണല്ലോ ഞാൻ എന്റെ മരുമകളായിട്ട് കാണുന്നത്. എന്റെ മരുമകൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അതാലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ചേച്ചി. പക്ഷെ എന്ത് ചെയ്യാനാ? നിങ്ങളൊക്കെ കൂടി തീരുമാനിച്ചാ ഈ വീട് അങ്ങ് സെപ്പറേറ്റ് ആക്കിയാൽ മതി. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബത്തോടെ ഒരുമിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ എടിപിടിയെന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോ അച്ഛന് വയ്യാതിരിക്കുക. അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് അച്ഛന് താങ്ങാനാവില്ല. അപ്പൊ രേവതി ഇങ്ങനെ അനാമികയുടെ ചെവിയിൽ പറയുന്നുണ്ട്, ഓഹ്, ആ കിളവന് വയ്യാതിരിക്കാൻ കണ്ട സമയം. അപ്പൊ ജാനകി പറയുന്നുണ്ട്, എന്തായാലും മോളെ, ഞങ്ങൾക്കാർക്കും പിരിഞ്ഞു താമസിക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്കും എനിക്കും സന്തോഷത്തോടെ മറ്റൊരു വീട്ടിൽ താമസിക്കാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കി തരും. എനിക്ക് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ഇത് കേട്ടപ്പോ തന്നെ അനാമികയുടെയും രേവതിയുടെയും മനസ്സിൽ ലഡ്ഡു പൊട്ടുകയാണ് കേട്ടോ. അത് മതി ചേച്ചി, അത് തന്നെ ധാരാളം. ഇനിയിപ്പോ വീട് നിങ്ങളൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണുവേട്ടന് ഒന്നുകൂടി നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ഇവർക്ക് വീട് വെക്കാന്നാ പറഞ്ഞത്. ആ സമയത്താലും അങ്ങോട്ടേക്ക് മാറിയാ മതി ഇവര്. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, അല്ല, ഇതിനു മുമ്പ് ഞങ്ങളെ എല്ലാരും കൂടി കൊണ്ട് കാണിച്ചൊരു സ്ഥലമില്ലായിരുന്നു? അത് നല്ല സ്ഥലമായിരുന്നല്ലോ, അത് വാങ്ങിയില്ലേ വേണു? അയ്യോ, അത് പിന്നെ, അയ്യോ ഈശ്വര, എന്തിപ്പോ പറയാ? എനിക്കിത് പറയാൻ കണ്ടൊരു നേരം. രേവതി, നീ എന്തൊന്നും പറയാത്തത്? അത് ചേച്ചി, ആ സ്ഥലത്തിന്റെ പേപ്പർ എന്തൊക്കെയോ ശരിയല്ല, പിന്നെന്തൊക്കെയോ കേസ് നടക്കുകയാണെന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ വേണുവേട്ടൻ ആ സ്ഥലം ഉപേക്ഷിച്ചു. പിന്നെ ബിസിനസ്സിന് ഓരോ തിരക്കായിട്ട് മറ്റു സ്ഥലമൊന്നും നോക്കാൻ പോവാൻ സമയം കിട്ടിയിട്ടില്ല. ഓ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ വേണുവിനോട് പറ, ഇനി സ്ഥലം നോക്കി ബുദ്ധിമുട്ടാവണ്ടാന്ന്. നമുക്ക് തന്നെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, അത് നല്ല കണ്ണായ സ്ഥലത്ത്. അതിലേതെങ്കിലും സ്ഥലം നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. എന്നിട്ട് പതുക്കെ ഇവർക്ക് വേണ്ടി വീട് വെക്കാം. ഇനിയിപ്പോ രേവതി വേണുവിനോട് പറ, സ്ഥലം ഒന്ന് അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടാന്ന്. ചേച്ചി, അതൊന്നും വേണുവേട്ടന് കുഴപ്പമില്ല. വേണുവേട്ടന് ഒരു അരമണിക്കൂർ കിട്ടിയ കണ്ടെത്താവുന്നതേ ഉള്ള ഒരു സ്ഥലം. പിന്നെ കാശിന്റെ കാര്യം പറയണ്ടല്ലോ, വേണുവേട്ടന് കാശ് ഒരു വിഷയമല്ല. ആ സമയത്ത് ദേവ്യാനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതൊക്കെ ഉള്ളതാണോന്ന് ആർക്കറിയാം. മുമ്പൊരു കാറ് കൊണ്ടുവന്നു, പിന്നീട് ആ കാറ് കാണാൻ പോലും ഇല്ല.
കണ്ണായ സ്ഥലത്തൊരു സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പൊ ആ സ്ഥലവും ഇല്ല, കാറും ഇല്ല, ഒന്നുമില്ല. ഞാൻ കൊടുത്ത 10 പവനും അതും കാണാനില്ല. അപ്പൊ രേവതി മനസ്സിൽ കരുതുന്നത്, ഓഹ് ഈ തള്ള എന്താണാവോ ആലോചിക്കുന്നത്, ഇനി എന്തെങ്കിലും മെനകെട്ട ചോദ്യമായിട്ട് വരും. അല്ല രേവതി, ഞാൻ ഇതിനു മുമ്പ് ഒരു 10 പവൻ തന്നിട്ടില്ലായിരുന്നോ? അത് നയനയുടെ അച്ഛനും അമ്മയും എടുത്തെന്നായിരുന്നല്ലോ നമുക്കൊക്കെ സംശയം. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. അവരുടെ അച്ഛനല്ലേ ഇങ്ങോട്ട് വന്നത്. അന്നേ ദിവസം തന്നെ 2 പേർക്കും ഓരോ പവന്റെ കമ്മൽ വീതം വാങ്ങിച്ചു കൊടുത്തത്. കാശിന് ഗതിയില്ലാത്ത അയാൾക്ക് എവിടുന്ന 2 പവന്റെ കമ്മൽ വാങ്ങാൻ പണം കിട്ടിയത്? വേറെ എവിടുന്നെങ്കിലാണോ? എന്റെ മോൾക്ക് കൊടുത്ത ആ 10 പവൻ അടിച്ചു മാറ്റിയിട്ടേനെ. പിന്നെ എന്തൊക്കെയാ ചേച്ചി ഇവിടെ നടന്നത്? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അതേ ഏട്ടത്തി, അത് വേറെ ആരെടുക്കാനാ? അവര് തന്നെ. ശരിക്കും പറഞ്ഞ ഏട്ടത്തി ആ കേസ് പിൻവലിക്കാൻ പാടില്ലായിരുന്നു. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അമ്മേ ആ ടോപ്പിക്ക് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇനി ഏതായാലും അത് പോയി, ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ രേവതി മനസ്സിൽ കരുതുന്നുണ്ട്, എന്റെ മോൾക്ക് ബുദ്ധിയുണ്ട്, പതുക്കെ ആ വിഷയത്തിൽ നിന്ന് തല ഊരാൻ നോക്കുക. ഏയ് അതങ്ങനെ വിട്ടാ പറ്റില്ല മോളെ എന്നാ ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ. ആ കേസ് വീണ്ടും പൊക്കിയെടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. അവളുടെ അച്ഛനും അമ്മയാണ് തെറ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം. അങ്ങനെ അവരെ വെറുതെ വിടാൻ പാടില്ല. എന്റെ മോൾക്ക് കൊടുത്ത 10 പവനാ അവർ നിസ്സാരമായിട്ട് അടിച്ചു മാറ്റിയത്. അയ്യോ ദേവേനി ചേച്ചി, ഞങ്ങൾക്കതിന് ഇനി പരാതിയൊന്നുമില്ല. വെറുതെ എന്തിനാ? ഇവിടുത്തെ മരുമക്കളാ. അവരുടെ അച്ഛനും അമ്മയും പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടിലുള്ളവരൊക്കെ അറിയില്ലേ? അത് പിന്നെ വലിയ നാണക്കേടാവും. അതൊക്കെ എന്തിനാ? പ്രത്യേകിച്ച് ഈ വീട്ടിലെ മുത്തശ്ശനാവും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സൽപ്പേരൊക്കെ നശിക്കും. ഈ സമയത്ത് ദേവേനെ മനസ്സിൽ കരുതുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. ആ 10 പവന് നയനയുടെ അച്ഛനും അമ്മയല്ല, നീയും നിന്റെ അച്ഛനും അമ്മയും കൂടിയാ കൊണ്ടുപോയത്. എന്നിട്ട് എന്റെ മരുമകളുടെ ചേച്ചിനെ വീട്ടുകാരൊക്കെ കുറ്റപ്പെടുത്തുക. അല്ല ചേച്ചി, ചേച്ചിയുടെ മരുമകൾ എവിടെ പോയി എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, വേറെ എവിടെ പോവാൻ, അവളിപ്പോ വലിയ സ്ഥാനമൊക്കെ പിടിച്ചടുക്കിയിട്ടുണ്ടല്ലോ. മൂർത്തിസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായിട്ട്. ഏട്ടത്തി വിചാരിച്ച് അവള് പോയില്ലായിരുന്നു, എന്നാൽ ഏട്ടത്തി അവളെ സപ്പോർട്ട് ചെയ്തു. എന്റെ ജാനകി, ഞാൻ സപ്പോർട്ട് ചെയ്തതല്ല. ജാനകിക്ക് അറിയാലോ, എന്റെ മോൻക്ക് ഇപ്പൊ അവളെന്ന് വെച്ച ജീവനാ. അവന് മനസ്സിന് വിഷമിപ്പിക്കാൻ എനിക്കിപ്പോൾ ആവില്ല. എത്രയൊക്കെ പറഞ്ഞാലും മക്കളല്ലേ, നമ്മളെ അവരെ എതിർക്കും തോറും അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു വരും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ആ ടൈമിന് നയന ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അത് അനാമിക കാണുന്നുണ്ട്. ദേ പറഞ്ഞ് നാവെടുത്തില്ല. അവക്ക് 100 ആയുസാ. അവളെ എങ്ങനെ കൊന്നാലും അവള് ചാവില്ല. അങ്ങനെ ഒരു അട്ടയാ അവള്. ആ സമയത്ത് ദേവ്യാനിക്ക് പെരുവിരലെന്ന് ദേഷ്യം അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ഒട്ടം നീ എന്നിട്ട് വീട്ടുകാരും. ഇതും പറഞ്ഞ് ദേവ്യാനി പറയുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വരാം. എന്തിനാ ചേച്ചി ഇവൾമാരുടെയൊക്കെ ഫോൺ എടുക്കാൻ നിൽക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല രേവതി, ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവൾ എന്നെ വിളിക്കാം. അന്നേരം ഞാൻ ഫോൺ എടുത്തില്ലെങ്കിലേ അത് എന്റെ മോനെ തീർക്കും. പിന്നെ എന്റെ ഭർത്താവിനും മോൻക്കൊക്കെ എന്നോട് ദേഷ്യമാവും. എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അത് കരുതിയിട്ടാ. ഇതും പറഞ്ഞ് ദേവ്യാനി ആ ഫോണും വിളിച്ച് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇത് കണ്ടോണ്ട് ജാനകി ഇങ്ങനെ ദയനീയമായി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഇത് എന്ത് സ്വഭാവ? ഓ ഇപ്പൊ തുടങ്ങിയതാ ഏട്ടത്തിക്ക് ഈ സ്വഭാവം. എന്ത് പറഞ്ഞാലും അതിന്ന് തലയൂരാൻ അവൾ ഇറങ്ങി പോവെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് ഉണ്ടാക്കും. ഇനി ഇവർക്ക് അവളോട് ഇഷ്ടം വന്നു തുടങ്ങിയൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അതൊക്കെ കണ്ട് കാണിക്കുന്നത് ദേവ്യാനി നയനോട് സംസാരിക്കുന്നതാണ്. ഹലോ മോളെ. ഹലോ അമ്മേ. അമ്മ ഭക്ഷണം കഴിച്ചോ? ഓ ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് അറിയാനാണോ മോള് വിളിക്കുന്നത്? അതെ, ഞങ്ങള് കഴിക്കാനിരിക്കുവോ അമ്മേ. അപ്പൊ പിന്നെ അമ്മ കഴിച്ചോന്ന് അറിയാൻ വിളിച്ചതാ. ഇല്ല മോളെ, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അല്ല ആദർശ അടുത്തുണ്ടോ? ഏയ് ആദർശേട്ടന് അടുത്തുണ്ടാവുമ്പോ ഞാൻ ഇങ്ങനെ വിളിക്കുവോ അമ്മേ? അവനെ ഏത് സമയത്ത് സൂക്ഷിച്ചോളണം. അവൻ നന്നായിട്ട് മോൾ സംസാരിക്കുന്നൊക്കെ കേൾക്കും. ഇല്ലമ്മേ, ആദർശേട്ടനെ എന്തോ ഒരാവശ്യത്തിന് താഴേക്ക് പോയിരിക്കുവാ. ഞാനിപ്പോ ഓഫീസിൽ ഒറ്റയ്ക്കാ. മോളെ, ഇവിടെ ആ രേവതി വന്നിട്ടുണ്ട്, അനാമികയുടെ അമ്മ. വന്നപ്പോ മുതലേ മോളെയും നവ്യയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നാ പറയുന്നത്. അതിനുള്ള തന്ത്രപ്പാടില്ല ജാനകിക്കൊപ്പം അവരും. അമ്മേ, ഞാനും ചേച്ചി അവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല. അവരെന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോട്ടെ. എങ്ങനെ പ്ലാൻ ചെയ്താലും അത് അവർക്ക് നേരെ തിരിഞ്ഞു കൊത്തു. അത് ശരിയാ. പിന്നെ മോള് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. മരുന്നൊക്കെ കൃത്യസമയത്തിന് കഴിക്കണം. അവിടെ ചെന്നിട്ട് മരുന്നൊന്നും കഴിക്കാതെ ഇരിക്കരുത്. ഡിസൈനൊക്കെ ആവശ്യത്തിന് വരച്ചാൽ മതി. അതിലേറെ സമയം ഡിസൈന് വേണ്ടി ചെലവഴിക്കരുത് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മേ, ആദർശയുടെ വരുന്നു. എങ്കിൽ പിന്നെ ഞാൻ വെക്കുക കേട്ടോ. ശരി. അങ്ങനെ അവര് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അല്ല ആരാ വിളിച്ചത്? അമ്മയായിരുന്നു. അമ്മയോ? ഈയിടെയായിട്ട് നിന്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ. അത് പിന്നെ വേറൊന്നും അല്ല, മകൻ ഭക്ഷണം കഴിച്ചോന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതാ. അതിന് എന്റെ ഫോണിലോട്ട് വിളിച്ചൂടെ? ഷെടാ, ഒന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന് കരുതി എന്താ സംഭവിക്കാൻ? ഓ അതുകൊണ്ട് ചോദിച്ചതല്ല. എന്തായാലും അമ്മയ്ക്കിപ്പം നല്ല മാറ്റമുണ്ട്. എനിക്ക് അത്ര മാത്രം മതി.
ആ നീ വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് സമയം ഏകദേശം ഒരു ഉച്ചയോടാകുന്നതാണ് കേട്ടോ. രേവതിയൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ആ സമയത്ത് രേവതിക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി അനാമിക പാത്തു ഒളിഞ്ഞും പുറത്തേക്ക് വരുന്നതാണ്. ഇത് കണ്ടപ്പോ തന്നെ ദേവ്യാനിക്ക് എന്തൊക്കെയോ വശപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണ്. ഓ, ഒളിഞ്ഞൊളിഞ്ഞ് ഇവൾ എങ്ങോട്ട് ഈ പോകുന്നത്? എന്റെ മരുമകളെ മരുമകളുടെ ചേച്ചി ഇവിടുന്ന് പുറത്താക്കാനുള്ള എന്തെങ്കിലും അടവ് മെനയുകയായിരിക്കും. എന്തായാലും ഇവള് പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കണം. അങ്ങനെ ആരും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അനാമികയുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്യാണ് കേട്ടോ. ഹലോ അമ്മേ. ആ എന്താ മോളെ, അമ്മ വീട്ടിലെത്തിയോ? ആ വീട്ടിലെത്തി. പിന്നെ അമ്മേ, അമ്മ പറഞ്ഞത് വല്ലതും നടക്കുവോ? അച്ഛൻ നടക്കുമെന്നാ പറഞ്ഞത്. മോള് സമാധാനമായിട്ടിരിക്കെ. അമ്മേ, ഇതവസാനം നമുക്ക് തിരിഞ്ഞു കൊത്തുവോ? ഒരിക്കലും ഇല്ല. ദേ 2-3 ദിവസം കൂടി ഉള്ളൂ അവള് ക്യാമ്പിലേക്ക് പോവാന്. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. ഇത് കേട്ടപ്പോ ദേവിയനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഓ, അപ്പൊ അവള് വീണ്ടും നന്ദമോൾ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്നത് തടയാനുള്ള ഒടുക്കത്തിലാണ്. അമ്മേ, അവളെങ്ങാനും ക്യാമ്പിലേക്ക് പോയാ പിന്നെ എന്നെ അമ്മയ്ക്ക് അറിയാലോ. അയ്യോ, എന്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അച്ഛൻ വഴിയുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മോള് വിഷമിക്കാതിരിക്കെ. മോള് നാളെ രാവിലെ ഇങ്ങോട്ട് വാ, നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാം. സമയമുണ്ടല്ലോ. ശരി അമ്മേ. പിന്നെ അന്നേ വല്യമ്മ എടുത്തു കുടിച്ച പാലിൽ വിഷം കലർത്തി പോലെ ആവരുത് ഇതൊന്നും മാറി തിരിഞ്ഞ് വരരുതെന്നാ പറഞ്ഞത്. ശരി മോളെ. എന്നാ ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം വരാണ്ടോ ദേവ്യാനിക്ക്. ഇവളങ്ങനെ പാലി വിഷം കലർത്തിയെന്നുള്ള കാര്യവും ദേവ്യാനിക്ക് മനസ്സിലാവാണ്. ദേവ്യാനിയുടെ പാതി ജീവൻ എടുത്തത് അനാമികയാണെന്ന് മനസ്സിലാക്കിയ ദേവ്യാനിക്ക് ആകെ അങ്ങ് പെരുവിരലിൽ നിന്ന് ദേഷ്യം അരിച്ചു കയറുന്നുണ്ട്. അങ്ങനെ അനാമിക ഫോൺ കട്ട് ചെയ്ത് പിന്നിലോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ദേവ്യാനെയാണ് കാണുന്നത്. ആകെ അങ്ങ് ദേഷ്യം വരുന്നത്. ദേവ്യാനിക്ക് ദേഷ്യം വിളിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ദേവ്യാനെ കണ്ടുകൊണ്ട് അനാമിക ആകെ പേടിക്കുന്നുണ്ട്. ഇന്നലെ കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.